ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് വേവ് ഓഡിയോസ്. ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ 2.1 ഒരു ആംപ്ലിഫയർ ആണ്. ഇത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് തലയോളപ്പുറമുള്ള സ്മിനി ചേട്ടനാണ്. അദ്ദേഹം ഗൾഫിലായിരുന്നപ്പോൾ ഓർഡർ തന്നാണ്. ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ട്രയൽ കേട്ടു. അപ്പോൾ പുള്ളിയുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ ഇതിന് ചെറിയ രീതിയിലൊക്കെ മാറ്റി തിരുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ലെഫ്റ്റ് റൈറ്റിൽ നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന 2 ബോക്സസ് SDS സീരീസിൽ 6.5 ഇഞ്ചിൽ വരുന്ന ട്രൈവേഴ്സ് 2 യൂസ് ചെയ്തുകൊണ്ടുള്ള 2 ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് ആണ്. ഇത് പോർട്ടഡ് സ്പീക്കേഴ്സ് ആണ്. ഇതിൻ്റെ പോർട്ട് വരുന്ന ബാക്കിലാണ്. അപ്പോൾ പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന 3.5 ഇഞ്ചിൽ ഡൂഗി സൗണ്ട്സിൻ്റെ 6 ഓംസിൻ്റെ സിൽക്ക് ഡോം ട്യൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സബ്വൂഫർ ടെസ്റ്റ് വെച്ചിരിക്കുന്ന IGL സബ്വൂഫറാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചാണ് IGL ഉണ്ടോ. IGL വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇൻഫിനിറ്റി പ്രൈമസിന്റെ അതേ കോപ്പിയുടെ രീതിയിലാണ് IGL വന്നിരിക്കുന്നത്. IGLന്റെ സ്പീക്കേഴ്സ് നേരത്തെ JBL രീതിയിലാണ് വന്നിരുന്നത്. JBL അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ഇൻഫിനിറ്റി ആണ്. പക്ഷേ ഇത് ഗോൾഡൻ പേപ്പറാണ്. ബ്ലാക്ക് പേപ്പർ അവൈലബിൾ ആണെന്നാണ് അവർ പറഞ്ഞത്. ഇത് റേറ്റ് കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. എനിക്ക് ബില്ല് തന്നിട്ടില്ല. ഏകദേശം 2000 3000 ഇടയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അടുത്ത അയച്ചു തരുന്നതാണ്. പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയറിലേക്ക് ജസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആംപ്ലിഫയറിന്റെ പവർ വരുന്നത് 7294 ആണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം അതിന്റെ മാക്സിമം പവർ വന്നാൽ 100 വാട്ട്സ് ആണ് പറയുന്നത് 7294. അപ്പോൾ ഈച്ച് 100 വാട്ട്സ് വന്നാൽ ഒരു 80 വാട്ട്സ് കൂട്ടിയാൽ വരുന്ന 160 വാട്ടോളം നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് കിട്ടും. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ സബ്വൂഫറിന് വേണ്ടി നമ്മൾ എടുക്കുന്ന മഹാരാജയുടെ ബോർഡാണ്. മഹാരാജയുടെ ബോർഡ് വരുന്ന അനുസരിച്ച് 300 വാട്ട്സ് 6 ട്രാൻസിസ്റ്റർ ബോർഡാണ് വരുന്നത്. 260 to 300 വാട്ടോളം നമുക്ക് അതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് പാനൽ ബാക്ക് കാര്യങ്ങൾ എല്ലാം ആണ്. അപ്പം നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം. അടുത്ത് വരുന്നത് ഫ്രണ്ട് പാനൽ ഫുൾ മാറ്റ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് മാത്രമാണ് ഇതിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളൂ. ഗ്ലോസിന്റെ ഒരു കട്ടിങ് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പീസ് വർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പീസ് വർക്ക് കൂടുതൽ വരും തോറും കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോയിൻസ് കാര്യം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ഭംഗി തോന്നും. അതുകൊണ്ടാണ് ക്ലാസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പുള്ളി അറേഞ്ച് ചെയ്ത് വരച്ചതെന്നാണ്. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് VMeterന് മാത്രം എടുത്ത് ഈ USB മോഡലിൽ അടിയിലാണ് വരച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് മാത്രം എടുത്ത് ഞാനൊന്ന് മേലേക്ക് കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം പുള്ളി വരച്ച് തന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ VMeter വരുന്നത്. അനലോഗ് VMeter ആണ്. ഹിക്കോമിച്ചി ജപ്പാൻ്റെ അനലോഗ് VMeter ആണ്. ഇത് വേണ്ടവർക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 2-3 സൈസ് ഉണ്ട്. പല റേറ്റ് ആണ്. 3000 ആ റേഞ്ചിലൊക്കെ മുകളിലൊക്കെ വരും. അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ പവർ ഇൻഡിക്കേറ്റർ ആണ്. ജസ്റ്റ് ഞാൻ ഓഫ് ചെയ്താണ്. ഇതിപ്പോൾ ആംപ്ലിഫയർ റണ്ണിങ്ങിലാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ പവർ ലൈറ്റ് ഇതിൻ്റെ അകത്ത് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് ചെയ്താൽ ഇപ്പോൾ അത് പോയി. ഇനിയിപ്പോൾ ഞാൻ ഇത് ഓൺ ചെയ്ത് കാണിച്ചുതരാം. പ്രൊട്ടക്ഷൻ തെളിഞ്ഞു, പവറിലേക്ക് പോയി. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ തെളിഞ്ഞ് അവിടെ തന്നെ കിടക്കുകയുള്ളൂ. സ്പീക്കറിലേക്ക് ലൈൻ പോകത്തില്ല. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നതാണ് ആ ലൈറ്റ്. പിന്നെ അടുത്ത വരുന്നത് സബ്വൂഫറിൻ്റെ വോളിയം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സബ്വൂഫറിൻ്റെ ഫ്രീക്വൻസി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് വോളിയം വരുന്നുണ്ട്. ബാസ് വരുന്നുണ്ട്. മിഡ് വരുന്നുണ്ട്. ട്രെബിൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. പിന്നെ മാസ്റ്റർ കൺട്രോളാണ് വരുന്നത്. അഡ്ജസ്റ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സ് വരുന്നത് ഇത്രയാണ്. പിന്നെ അടുത്ത വരുന്നത് റോട്ടറി സെലക്ടർ വരുന്നുണ്ട്. റോട്ടറി സെലക്ടറിൽ USB-യുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓക്സ് വന്നിട്ടുണ്ട്, ഓക്സ് 2 വന്നിട്ടുണ്ട്. ഇങ്ങനെ 3 ഓപ്ഷൻസാണ് നമ്മൾ ഈ റോട്ടറി സെലക്ടറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ USB വന്നിട്ടുണ്ട്. USB 0090 ആണ് സാധാരണ നമ്മുടെ വീഡിയോസിൽ കാണാറ്. ഇത് 0090 ഇച്ചിരി കൂടി ചെറുതാണ്. നോർമലി ചെയ്തിരുന്നതിന് 0090 ആയിരുന്നു. അത് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാര്യങ്ങൾ ഒക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് 3 ഇൻപുട്ട് സോക്കറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. RC ഇൻപുട്ട്സ്. അതിൻ്റെ മേലായിട്ട് നമ്മൾ ലേവലിംഗ് വരുന്നുണ്ട് സൗണ്ട് വേവ് എന്നുള്ള. പിന്നെ കോഷൻ കൊടുത്തിട്ടുണ്ട്. റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, ഡു നോട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കോഷനും കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഈ 2ഉം 3ഉം നമ്മൾ ലിങ്ക് ചെയ്തേക്കാണ്. 1ഉം 2ഉം മാത്രമാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത്. ഇത് ലിങ്ക് ചെയ്തേക്കാണ്. പിന്നെ വരുന്നത് ബനാന സോക്കറ്റ്സ് ആണ്. ബനാന സോക്കറ്റ്സ് വന്നിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് ഒരു ബനാന സോക്കറ്റും സബിന് വേണ്ടിയിട്ട് ഒരു ബനാന സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. സബിന് വേണ്ടിയിട്ട് ബനാന സോക്കറ്റിന് ഇച്ചിരി ഡിസൈൻ മാറ്റി വേറെ ടൈപ്പിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഐഡൻറ്റിഫൈന് വേണ്ടിയിട്ട് ഇൻ കേസ് വായിക്കാൻ പറ്റിയില്ല മേളിൽ നിന്നോ വല്ലതും അങ്ങനെയാണ് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള കൊടുത്തിരിക്കുന്നത്. പിന്നെ സബ് 2ൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇൻ കേസ് വേണമെങ്കിൽ മാത്രം നമുക്ക് കൊടുക്കാവുന്ന ഒരു ഇതാണ്. ഇൻ കേസ് ഭാവിയിൽ ആക്കണമെങ്കിൽ പാനൽ മാറാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറിന് വേണ്ടിയിട്ട് നമ്മൾ 3-പിൻ സോക്കറ്റിൻ്റെ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്ലഗ് എന്ന് പറയുന്ന സാധനം അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്യൂസ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്യൂസ് ഇൻബിൽറ്റായിട്ട് വരുന്ന സോക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ഈ ഫ്യൂസ് ഇനാക്റ്റീവായിട്ട് ഡമ്മി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കണ്ടു നോക്കാം.
അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് വരുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ വരുന്നത് ടൈപ്പ് 6 സ്റ്റീലിൽ 4 ഇഞ്ച് ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. കാര്യം നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളിലൊക്കെ ഏകദേശം നമ്മൾ സാധാരണ കൊടുക്കാറുള്ള വോൾട്ടേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര വോൾട്ടേജ് കാര്യങ്ങൾ ഉപയോഗിച്ചേക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ കറണ്ട് റേറ്റിംഗ് കാര്യങ്ങളൊന്നും. ടൈപ്പ് 6 സ്റ്റീലിൽ 4 ഇഞ്ച് ട്രാൻസ്ഫോമറാണ്. പിന്നെ അടുത്ത് പറഞ്ഞത് സോഫ്റ്റ് സ്റ്റാർട്ടർ നമ്മുടെ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. ഇതെല്ലാം ആംപ്ലിഫയേഴ്സും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പറയുന്നവർക്ക് മാത്രമേ സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. ഏകദേശം 500 റുപ്പീസ് അടുത്ത് ഇതിന് ചാർജ് 400 ആ റേഞ്ചോളം ഇതിന് ചാർജ് വരുന്നതാണ്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഈ സോഫ്റ്റ് സ്റ്റാർട്ടറിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോയി അപ്പം തന്നെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സിസ്റ്റത്തിലേക്ക് ലൈൻ വിടാതെ ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പൾസ് കയറ്റി വിടുന്ന രീതിയിലാണ്. അപ്പോൾ സഡനായിട്ടുള്ള ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് തന്നെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. 2.1 സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ആണ് പ്രൊട്ടക്ഷൻ ലൈറ്റ്സ് നമ്മളെടുത്ത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 7294 സ്റ്റീരിയോ ബോർഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 7294 സ്റ്റീരിയോ ബോർഡ് DS ലൈൻ എന്ന് പറയുന്ന ഒരു ഡൽഹിയാണോ മുംബൈ ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ മേടിച്ചതാണ്. നമ്മളിവിടെ ഒരുപാട് നോക്കി, പക്ഷേ നല്ലൊരു ഹീറ്റിങ് നല്ലൊരു ബോർഡായിട്ട് എനിക്ക് തോന്നിയില്ല ഒന്നും. ഇതാകുമ്പോൾ പവർ സപ്ലൈ കാര്യങ്ങളും എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല കണക്റ്റേഴ്സ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അവർ നല്ലൊരു ഹെവി ഹീറ്റിങ് ഒക്കെ ആയിട്ട് ബോർഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതാണ് DS ലൈൻ. ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ബോർഡുകൾ കാര്യങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മഹാരാജയുടെ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ് നമ്മൾ ഇതിന് 1200 വാട്ട്സ് PMPA വരുന്ന 6 ട്രാൻസിസ്റ്റർ 300 വാട്ട്സ് ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 260 to 300 വാട്ട്സോളം ഇതിന് RMS ഔട്ട്പുട്ട് തരാൻ ശേഷിയുള്ള ബോർഡാണ്. അവർ 60 വോൾട്ട് ഒരു 10 ആംപിയർ 12 ആംപിയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 300 വാട്ട്സോളം RMS നമുക്കിതിന് തരാൻ ശേഷിയുള്ള ബോർഡാണ്. 6 ട്രാൻസിസ്റ്ററാണ് ഇതിന് ഡ്രൈവ് വരുന്നത്. പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ് ഓഫ് ഫിൽറ്റർ നമ്മുടെ തന്നെ സബ് ഓഫ് ഫിൽറ്ററാണ്. അദ്ദേഹം വന്നു 2 ടൈപ്പ് സബ് ഓഫ് ഫിൽറ്റർ നമ്മൾ വെച്ചു. മഹാരാജയുടെ വെച്ചു. മഹാരാജ പുള്ളിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് നമ്മുടെ സബ് ഓഫ് ഫിൽറ്റർ വെച്ചു. അപ്പോൾ എനിക്കും പേഴ്സണലി മഹാരാജ അത്ര സുഖം തോന്നാത്തതുകൊണ്ടാണ്. ഭയങ്കര ഗെയിനും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് സ്വീറ്റായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ പുള്ളിനെ വിളിച്ചു. അദ്ദേഹം വന്ന് കേട്ടിട്ട് പുള്ളിക്കും ഇതിൻ്റെ പഞ്ചാണ് ഇച്ചിരി കൂടെ സുഖമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ രീതിയിലുള്ള പിന്നെ ഇതിന് മറ്റുള്ള ഫിൽറ്ററുകളിൽ നമ്മൾ ചെറിയ വ്യത്യാസം വെച്ചാൽ എല്ലാം 324 IC ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. 84 ആണ് നോർമലി യൂസ് ചെയ്യാറ്. അത് മാറ്റി. പിന്നെ അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൺ കൺട്രോൾ നമ്മുടെ തന്നെ ടോൺ കൺട്രോളാണ്. അപ്പാക് സീരീസിലുള്ള ടോൺ കൺട്രോളാണ്. ഈ സർക്യൂട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ്. അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ രീതിയിലേക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സപ്ലൈ സ്റ്റേജ് 15000 FT 63 ഓൾട്ടർനേറ്റ് കപ്പാസിറ്റേഴ്സാണ് പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ 3510 മെറ്റൽ ഡയോഡ് നമ്മൾ ഇതിനകത്ത് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സബ്വൂഫറിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 ബോർഡ് വെച്ചിട്ട് ഇൻ കേസ് 2 കപ്പാസിറ്റേഴ്സും കൂടെ ആഡ് ചെയ്ത് ESR വാല്യൂസോ കാര്യങ്ങളൊക്കെ കുറയ്ക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണേൽ അതങ്ങനെ ചെയ്യാം. പിന്നെ ആ ചെറിയ ബോർഡ് വെച്ചാൽ അത് നടക്കത്തില്ലാത്തതുകൊണ്ടാണ് വലിയ ബോർഡ് വെച്ചത്. അന്നെല്ലാം ആ ഏരിയ ഒന്ന് കവറപ്പായി കിട്ടുകയും ചെയ്യും, ഒരു വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മെയിൻലി തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഈ രണ്ടാമത്തെ കപ്പാസിറ്റർ വെച്ച് ESR ഒക്കെ കുറയ്ക്കട്ടെ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ രണ്ടാമത് ഒരു ഭംഗിയും കൂടെ ആ ഒരു ഏരിയ കവറപ്പായിരുന്നുള്ളൂ എന്നോർത്തിട്ട്. അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ VU മീറ്ററിൻ്റെ ഡ്രൈവർ ബോർഡാണ്. ഡ്രൈവർ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് VU മീറ്ററിലേക്ക് പോകുന്ന ± വോൾട്ടേജ്, അതുപോലെ തന്നെ മീറ്ററിൻ്റെ ബാക്ക് ലൈറ്റ് വോൾട്ടേജ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബോർഡ് ഇതാണ്. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാവോ എന്നറിയത്തില്ല, ഗാമറ്റ് ഓഡിയോസിൻ്റെ പുള്ളിയുടെ ബോർഡാണ്. പുള്ളിയുടെ നിന്നാണ് ഞാൻ ഈ VU മീറ്റർ മേടിച്ചത്, അദ്ദേഹത്തിൻ്റെ നിന്നാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ബോർഡ് തന്നത്. അപ്പോൾ ഈ ഡ്രൈവർ ബോർഡ് നമുക്ക് ചെയ്തെടുക്കാം, പക്ഷേ അതിപ്പോൾ ഓൾറെഡി PCB അടിച്ചതുകൊണ്ട് അത്രയും ടൈമും കൂടി ലാഭിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ ബോർഡ് പ്രോപ്പറായിട്ടുള്ള ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ടുള്ള 2-3 കമ്പോണൻസ് ഉണ്ട്. ഈ ഡയോഡുകൾ കാര്യങ്ങളൊക്കെ സ്പെഷ്യലാണ്. ഇതൊന്നും ജനറലി കിട്ടുന്ന ഡയോഡുകൾ കാര്യങ്ങളല്ല. ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തതിൽ ബോർഡ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ VU മീറ്ററിന് തന്നെ പ്രശ്നമാണ്. കാരണം ഹൈ വോൾട്ടേജ് കയറി ചെന്ന് VU മീറ്റർ ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏകദേശം 3000 എബോവ് ഒക്കെയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ VU മീറ്റർ വെച്ച് കളിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ശ്രദ്ധിക്കണം. ഇൻ കേസ് എന്തായാലും പാളിക്കഴിഞ്ഞാൽ കാശ് ഒരുപാട് പോകുന്ന കേസാണ്. ഇത്രയാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ ഇൻ്റർവ്യൂ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടെസ്റ്റ് റണ്ണിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഒരു NCS ട്രാക്ക് ഞാൻ പ്ലേ ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പക്ഷേ മൊബൈലിൽ റെക്കോർഡ് ചെയ്യണോണ്ട് എത്രത്തോളം നല്ലതായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് NCS പ്ലേ ചെയ്യാം.
ഫ്രണ്ട്സ്, ഇതാണ് ഈ ആംപ്ലിഫയറിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനിയിപ്പോ ബോക്സസ് കാര്യങ്ങളെ കുറിച്ച് പറയാം. ബോക്സസ് കാര്യങ്ങൾ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ മൈക്രോഫോണിൽ കേൾക്കണ എത്രത്തോളം ക്ലാരിറ്റി ആണെന്ന് എനിക്കറിയില്ല. ലൈവ് കേട്ടാലേ നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് ബോക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ഡ്രൈവേഴ്സ് യൂസ് ചെയ്താലേ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ. ഇപ്പൊ ആ ഒരു ഡ്രൈവർ ഞാൻ അതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഇൻഫിനിറ്റി പ്രൈമസിന്റേതായ ലുക്ക് കണ്ടുകൊണ്ട് പ്രൈമസിന്റെ ടിഎസ് പാരാമീറ്റേഴ്സ് പ്ലോട്ട് ചെയ്തേക്കുന്ന ഒരു ബോക്സ് ആണ്. ഇപ്പൊ ഈ നമ്മൾ ഈ ആംപ്ലിഫയർ വെച്ചേക്കുന്നത് പൈനിയറിന്റെ ടിഎസ് പാരാമീറ്റേഴ്സ് പ്ലോട്ട് ചെയ്തേക്കുന്ന ഒരു ബോക്സ് ആണ്. അപ്പൊ അത് മറ്റേതിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്ന ഒരു ബോക്സ് ആണ്. അപ്പൊ ആ ഇതിൽ വെച്ച് നോക്കി ഇതിനെ വെച്ചപ്പോൾ നല്ല പെർഫോമൻസ് ഇല്ല, പക്ഷെ അതിൽ വെച്ചപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പൊ ഏകദേശം പ്രൈമസിന്റെ ടിഎസ് പാരാമീറ്റേഴ്സ് എടുത്ത് പ്ലോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലത്തെ ഒരു ബോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്താൽ ആ ഈ സബ് ഊഫറിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നാം കൂടുതലും റെഡിമെയ്ഡ് ക്രോസ് ഓവേഴ്സ് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ഓവേഴ്സ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അനക്കോയി ചേമ്പർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൈവശം വേണം. അല്ലെങ്കിൽ നല്ല സീൽഡായിട്ട് അക്വസ്റ്റിക് ആയിട്ടുള്ള റൂമൊക്കെ നമുക്ക് വേണം. അതായത് ആംഗുലർ റിഫ്ലക്ഷൻസ്, സൗണ്ടിന്റെ റിഫ്ലക്ഷൻസ് കാര്യങ്ങൾ അധികം വരാൻ പാടില്ല. ഹാർമോണിക് വൈബ്രേഷൻസ്, അതായത് നമ്മൾ ഈ സൗണ്ട് തുറക്കുന്ന സമയത്ത് വൈബ്രേഷൻസ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്ത ടൈമിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്രോസ് ഓവർ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ സമയത്ത് എറർ കിട്ടും. അതായത് ഒരു 70% ആക്യുറസി പോലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൂമുകൾ കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ അതിന് നല്ല അറിവുകൾ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ ഈ എക്യുപ്മെന്റിന്റെ സഹായത്തോടുകൂടി നമുക്ക് നിസ്സാരമായിട്ട് ക്രോസ് ഓവർ ഡിസൈൻ ചെയ്യാവുന്നുള്ളൂ. എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ ക്രോസ് ഓവർ ഡിസൈൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാം. എക്യുപ്മെന്റ് അങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രം മനസ്സിലാക്കാം. പക്ഷേ അത് നമ്മളൊരു കുറച്ച് അറിവുകൾ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യാതെ അറിവിലേക്ക് എത്താൻ നമ്മൾ ചെയ്യരുത്. അപ്പൊ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അറിവ് ഉണ്ടാവണമെങ്കിൽ ഒന്നും അറിയില്ലാത്ത ആൾ ഒരിക്കലും ക്രോസ് ഓവർ ഡിസൈൻ. കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സ്, മിഡ് റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഊഫറിന് കൂടുതലൊന്നും പറ്റാനില്ല. അപ്പൊ ഇൻ കേസ് നമ്മൾ ഫ്രീക്വൻസി റേഞ്ച് മാറി കഴിഞ്ഞാൽ വോക്കൽ കുറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരത്തുള്ളൂ. പക്ഷേ മിഡ് റേഞ്ച് ട്യൂട്ടറിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി സെറ്റിംഗ് കറക്റ്റ് അല്ല. അതൊക്കെയാണെങ്കിൽ അതിന്റെ ഓവറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് അവസാനമൊക്കെ ബേണായി പോകും. ഒരു 2-3 മിനിറ്റ് പോലും നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതിന് മുമ്പ് അവസാനം കോയിലൊക്കെ വളരെ സെൻസിറ്റീവ്, ഭയങ്കര സെൻസിറ്റീവാണ് സാധനങ്ങളൊക്കെ. എക്സ്പെൻസീവ് ആണോ പോലെ അതുപോലെ സെൻസിറ്റീവ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാത്രം പോവാതെ കഴിവതും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതുപോലെ ഡ്രൈവേഴ്സൊക്കെ മേടിച്ച് ബോക്സുകൾ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണ ആരെങ്കിലും, ഇപ്പം എന്നെ ഏൽപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണ ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കുക. അപ്പം ഇപ്പം ഞാൻ തന്നെ പല ടെക്നീഷ്യന്മാരോട് ബോക്സ് ചെയ്യണവരോട് സംസാരിച്ചിട്ട് ഒരാളെ കാണാൻ പാടില്ല, ഒരാൾക്ക് വേറൊരാളെ കാണാൻ പാടില്ല, അങ്ങനത്തെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വാസം ഉണ്ടോ അവരെ ഏൽപ്പിക്കുക, എന്നിട്ട് വർക്ക് ചെയ്യിക്കുക. ഇപ്പം നമുക്ക് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഗുളിക കഴിക്കുന്ന പോലെ തന്നെ ഇത് കഴിച്ചാൽ മാറുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ല എങ്കിൽ നേരെ ബ്രാൻഡിലേക്ക് പോവുക. ബ്രാൻഡിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ 3 times 4 times പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷെ പൈസ കൂടുതൽ കൊടുത്താൽ ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എങ്ങനെ പറഞ്ഞാലും നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ബോക്സിന്റെ അത്ര എൻക്ലോഷറിന് ഒരിക്കലും ലാസ്റ്റിങ് ആ ബ്രാൻഡ് സ്പീക്കേഴ്സിന്റെ എൻക്ലോഷറിന് കിട്ടില്ല. കാരണം അവർ വെക്കുന്ന മിക്കതും ജിഗ് ബോർഡ്സ് ആണ്. അത് പെട്ടെന്ന് പോകും, അത് അധികമായിട്ട് ലാസ്റ്റ് ചെയ്തില്ല. പിന്നെ വലിയ വലിയ കമ്പനികളുടെ വലിയ കൂടിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്തൊന്നും വരാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള ആംപ്ലിഫയേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഈ വിമീറ്ററാണ് എല്ലാവരും വെക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നെറ്റിലോ എവിടെയെങ്കിലേക്ക് ഒന്ന് സെർച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യട്ടോ. കാരണം വളരെ മൈന്യൂട്ടാണ്. അതിൻ്റെ 4 വോൾട്ടിൽ താഴെ എന്തോ അതിൽ സെൻസിറ്റീവ് വരാവുള്ളൂ. അതിൽ കൂടുതൽ കയറിപ്പോയി കഴിഞ്ഞാൽ വിമീറ്ററിൻ്റെ കോയിൽ ബേണായി പോകും. അതിൻ്റെ കറക്റ്റ് വോൾട്ടേജ് എനിക്കറിയത്തില്ല. കാരണം ഞാൻ അതിൻ്റെ ഡ്രൈവർ കാര്യങ്ങളൊക്കെ ഓൾറെഡി അച്ചേട്ടെ തന്നേക്കണോണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ആ വോൾട്ടേജ് 4ൽ താഴെയാണെന്നാണ് എൻ്റെ ഒരു ഇത് 3.3 4 ആ റേഞ്ചിലൊക്കെ താഴെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ വിമീറ്ററിൻ്റെ കോയിൽ കാര്യങ്ങൾ ബേണായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഓഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ദയവ് ചെയ്ത് ആരും ബാഡ് കമൻറ്റ്സ് ഇടാതിരിക്കുക. നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തൊരു വീഡിയോ സമർപ്പിക്കുന്ന സമയത്ത് അത് അയാളുടെ എഫോർട്ടിനെ ഒന്ന് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും നെഗറ്റീവായിട്ട് കണ്ട് ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെ ഡീഗ്രേഡ് ചെയ്യണ വ്യക്തികൾ ഒരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ എന്തൊരു സാധനം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു സാധനം, ഒരു ചോക്ലേറ്റ് എങ്കിലും ആയിക്കോട്ടെ, അതെങ്കിലും ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടാണെന്ന് ഞാൻ ദയവ് ചെയ്ത് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അടുത്ത വീഡിയോയിൽ വന്നവരെ ഞാൻ ബൈ.